അഭിനയത്തോടൊപ്പം തന്നെ ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയായിട്ട് വരുമ്പോൾ അപ്പൊ എങ്ങനെയുണ്ട് അതിന്റെ ഒരു കാലങ്ങൾക്ക് ശേഷം നമ്മൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ടൈമിൽ അത് റൈറ്റ് ഡയറക്ഷൻ ചെയ്യേണ്ട ഒരു സിനിമ അല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അതൊരു പുതിയ കണ്ടന്റാണ്, അതൊരു പുതിയ ഹീറോ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഒരു കണ്ടന്റ് ഹീറോ ആവുന്ന ഒരു സമയമാണ്. കണ്ടന്റാണ് ഇമ്പോർട്ടൻ്റ്, അതിലാരും അഭിനയിച്ചു എന്നതിനേക്കാൾ ഉപരി. അങ്ങനെ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം കൊണ്ട് തന്ന ഒരു സ്ക്രിപ്റ്റാണ് കൂടോത്രം. സന്തോഷ് ഇടുക്കിയാണ് അതിൻ്റെ റൈറ്റർ. ഒരു ചെറിയൊരു കഥയായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ ഒരുപാട് പ്രീ പ്രൊഡക്ഷനിൽ ഒരുപാട് ഇരുന്നിരുന്ന് ഒരുപാട് ഡൈവേർഷൻ വന്ന് അതങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ അതങ്ങനെ റിലീസിലോട്ട് എത്തി നിൽക്കും. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച 2 താരങ്ങളുണ്ട്. ഡിനോ, നമ്മൾ ഇതിനു മുൻപ് മറ്റേ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞ സിനിമയിൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം ഇപ്പൊ ഒരു കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോവാണ്. അപ്പൊ ഇതിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? എന്നെ ബൈച്ചേട്ടൻ വിളിക്കായിരുന്നു ഒരു ദിവസം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചെയ്യുന്നുണ്ടോന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് പോയി എഴുപുന്നേൽ ചെന്നിട്ട്, ബൈച്ചേട്ടൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള എഴുപുന്നേൽ ചെന്ന് കഥ കേട്ടു. സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ക്യാമറ ടീം ഉണ്ടായിരുന്നു, ബൈച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, ജോഷു എന്നാണ് പേര്. അപ്പോൾ അത് ഓക്കെ, നമ്മൾ കമ്മിറ്റായി ചെയ്യാന്ന് പറയുന്നു. പിന്നെ നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലാണ് പരിപാടി നടക്കുന്നത്. ഫുള്ള് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഈ ഇടുക്കിയിലൊരു മലയോര പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അത്രയും ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവിടുത്തെ ആളുകളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ബാക്കിയുള്ള ജില്ലയിലെ ആളുകളുടെ പോലെയല്ല. ഒരു ഇടുക്കി ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ അവിടെ ലൗഡ് ആയിരിക്കും, അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം ബൈച്ചേട്ടനായിരുന്നു നമ്മളുടെ ഗൈഡൻസ് എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ സന്തോഷേട്ടനും ഇടുക്കിക്കാരനാണ് റൈറ്റർ. അപ്പോൾ പുള്ളി അത് ഇടുക്കിയുടെ എല്ലാ ഫ്ലേവേഴ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അവിടെ ചെന്നാൽ മതി, എല്ലാം ഇവർ തന്നെ പറഞ്ഞു തരും, നമുക്ക് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ എന്നാലും പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ആക്ടിങ് പ്രിപ്പറേഷൻ വേറെ ഉണ്ട് പേഴ്സണലി ഉള്ളത്. ഈ പടത്തിന് വേണ്ടിയിട്ട് എനിക്ക് വളരെ കുറവായിരുന്നു. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ എഫേർട്ട് എടുത്തിരുന്നത്. ഞാൻ നേരിട്ട് അങ്ങനെ ചെല്ലുകയും ബൈച്ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ബാക്കി ശരിയാക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇടുക്കി എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ഭയങ്കര ടഫായിരുന്നു. കാര്യം ഇടുക്കിയിലെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വെള്ളിമല എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു 1200 സ്റ്റെപ്പ് കയറി വേണം ശരിക്കും താഴേന്ന് മേളിലെത്താനായിട്ട്. അപ്പോൾ ഇത്രയും അതെല്ലാം സെറ്റാണ് എൻ്റെ മേളിൽ. അപ്പോൾ ഇത്രയും ടെക്നീഷ്യൻസും അതിനകത്ത് യൂണിറ്റിലെ എല്ലാ സാധനങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. ഒരു ആർട്ടിസ്റ്റും അതുപോലെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒരേപോലെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ചില കുഞ്ഞു ആക്സിഡന്റ് പോലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അലസിയറേട്ടാ, മുട്ടയില് കൂടോത്രം ഇട്ടാണോ ഇരിക്കുന്നത്? കണ്ടുപിടിക്കല്ലേ എന്താ എഴുതിയിരിക്കുന്നതില്? എന്തൊക്കെ ചേട്ടൻ വരച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടുപിടിക്കണം. ആ കുറുക്കു വഴികളാണ് കൂടോത്രം. അലസിയറേട്ടാ ഇരിക്കും. അത് ഇദ്ദേഹത്തിന്റെ കൂടോത്രം ഫലിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അതല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുക ബൈജുവിന്റെ കൂടോത്രം ഫലിക്കട്ടെ. അതും പ്രാർത്ഥിക്കണമെന്നാണ്. കൂടോത്രം പ്രാർത്ഥിക്കണല്ലേ? അപ്പൊ എന്താണ് പ്രാർത്ഥനയുടെ കൂടോത്രത്തിന്റെ അർത്ഥം? പിന്നെ എന്തിനാ കൂടോത്രം ചെയ്യുന്നത്? പ്രാർത്ഥിച്ച പോലെ. അല്ല, ഇത് പ്രതീക്ഷിക്കാം ചേട്ടൻ. കൂടോത്രത്തിന് മുട്ടയുണ്ട്, കൊഴുക്കട്ടയുണ്ട്, അത് തമ്മിലുള്ള കോമ്പിനേഷൻ എന്താ എനിക്ക് പിടികിട്ടുന്നില്ല. അതിൽ ഏതാണ് നന്മ ഏതാണ് തിന്മ സിനിമ കാണുമ്പോ മനസ്സിലാവുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കൂടോത്രം ഉണ്ടോ? കൂടോത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടോത്രം ഉണ്ടോ കൂടോത്രമില്ല. പക്ഷെ നമ്മളെ ഒരു വിശ്വാസം അന്ധവിശ്വാസം തമ്മിലുള്ള ഫൈറ്റാണ്. ക്ലൈമാക്സ് എന്താണ്, വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളത് പ്രേക്ഷകര് ജഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കാം അത് കൂടോത്രമാണോ അല്ലെ, അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കൂടോത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ പലർക്കും ഒരു മിഥ്യാധാരണകളുണ്ട്. അപ്പൊ കൂടോത്രം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മുട്ടയിൽ കൂടോത്രം എന്ന് പറയും. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ത്രെഡ് എടുക്കുമ്പോഴേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സന്തോഷ് ഈ കൂടോത്രം എന്നുള്ള സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോൾ എന്നെ ആകർഷിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
ഇടുക്കിയിൽ പറയുമ്പോൾ കഥ പറയുമ്പോൾ ഇടുക്കി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെള്ളിമല എന്ന് പറയുന്ന എൻ്റെ അടുത്ത് സന്തോഷ് പറഞ്ഞത് ഇടുക്കിയിലല്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്നാണ്. അപ്പൊ അതിനും അവര് അതിന്റെ ജിസ്ബിൻ 2 ക്യാമറാമാരാണ്, ജിസ്ബിനും ഷീച്ചിയും. അപ്പൊ ഇവര് ലൊക്കേഷൻ എല്ലാം പോയി കണ്ടിട്ട് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ഞാൻ ഈ ലൊക്കേഷനിലോട്ടാണ് ഞാൻ പോയത്. നേരെ പോയത് ഈ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം, കാര്യം സന്തോഷും ജിസ്ബിനും ഒക്കെ ആ നാട്ടുകാരാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾക്കൊരു സിനിമ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ദൈവം ഇത് നീ ചെയ്തോ എന്നുള്ളൊരു പ്രേരണ എനിക്ക് അന്ന് പോലെ തന്നു. അതൊരു പോസിറ്റീവ് വൈബായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ വരെയുണ്ട്. അത് ഭയങ്കര സൈനാണ്. അപ്പോൾ ആ ലൊക്കേഷൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെ ഇതിനകത്ത് ഈ ടെക്നീഷ്യൻസ് ഉള്ള കാര്യം, നമുക്ക് ഇത് സിനിമയിലെ എല്ലാ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സും ഉണ്ട്. ജിമ്മി ജിപ്പുണ്ട്, ക്രെയിൻ ഉണ്ട്, പിന്നെ ക്യാമറ ഫുൾ യൂണിറ്റ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് എങ്ങനെ മേളിൽ എത്തിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് അലൻസിയറേട്ടൻ, സലിംകുമാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അലൻചേട്ടനൊക്കെ ഇത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ഈ ലൊക്കേഷനിലേക്ക് ചേട്ടൻ എത്താൻ പറ്റുമോ എന്നൊക്കെ വെച്ചപ്പോൾ ഇവരൊക്കെ ശരിക്കും അത്രയും ആ മലയുടെ മേളിൽ ഒരുപാട് പറയുകയാണെങ്കിൽ രസമുള്ള അനുഭവങ്ങളും ഒരുപാട് ഇതുണ്ട്. അപ്പൊ ഇവരെല്ലാവരും എത്തി എന്നുള്ളതാണ്. അതിന്റെ മേളിലെത്തി, അത് ഗംഭീരമായിട്ട് തീർന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ 100% അതിനകത്ത് കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ്. അത് എല്ലാ ഘടകങ്ങളുണ്ട്. ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാം ഒത്തു വരുമ്പോഴാണ്. അല്ലാണ്ട് നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് പ്രേക്ഷകരെന്നുള്ളതില്ല. ഒരു സിനിമ ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. എനിക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് അറിയാം. തിയേറ്ററിലേക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്നത് നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ ഒരു കൂട്ടം അങ്ങ് പോകും. അത് അമ്മയും അച്ഛനും അപ്പനും അമ്മൂമ്മയും പിള്ളേരും അതിനെ വാച്ച് ചെയ്തിട്ട് അവരുടെ മക്കളും യൂത്തും പോകും. ഉത്സവ പരിപാടിക്ക് പോകുന്ന പരിപാടി. അങ്ങനെയുള്ള ഹിറ്റ് സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ്. അപ്പൊ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് വരുന്ന ഒരു സിനിമയാണ് കൂടോത്രം. ഇനി അലൻചേട്ടൻ, ഞാൻ ഇന്ന് പറയും, ഇന്ന് കണ്ടപ്പോ, ഞാൻ കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പൊ അലൻചേട്ടനെ കണ്ടപ്പോ ഒന്നോടെ ഭയങ്കര, ഇപ്പൊ മമ്മൂക്കേന്റെ പടത്തില് അല്ലെ അടൂർ പടം ചെയ്തോണ്ടിരിക്കുന്ന അതിന്റെ ഇടയിൽ. അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാം ഇതാ. ഇപ്പൊ റേച്ചല് കന്നഡ, തമിഴിലൊക്കെ ഒരുപാട് സിനിമകള്. ഞാനും ഡിനോയും തമ്മിൽ ഞങ്ങൾ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞ ഒരു പടത്തെ. അപ്പൊ ഡിനോയി, ഞാൻ അതിലെ ഹീറോയിൻ ലിജോ മോളുടെ അപ്പനായിട്ടാണ് അഭിനയിച്ചത്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു സൗഹൃദമാണ്. അങ്ങനെ കൂടെയാണ് ഡിനോ ഇതിനകത്ത്. പിന്നെ ഒരു പാസ്റ്ററിന്റെ മോനായിട്ടാണ്, ഇടുക്കിക്കാരനാണ്. കറക്റ്റ് നമുക്കൊരു കാസ്റ്റിംഗ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും അതിനകത്ത് ചേരുന്നവർ തന്നെ അതും കറക്റ്റായിട്ട് എത്തി എന്നുള്ളതാണ്.